ഹലോ, എനിക്ക് ഒരുപാട് എൻക്വയറി വന്ന ഒരു ക്വസ്റ്റൻ ആണ് ഹൗ ടു ബേക്ക് പോളിമർ ക്ലേ ഫോർ ജ്വല്ലറി മേക്കിംഗ്. ഇന്ന് കണ്ടാലോ. ഇതാണ് ഇന്ന് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്ന ഇയറിംഗ്സ്. ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അവൻ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡു നോട്ട് യൂസ് മൈക്രോവേവ് അവൻ, ബിക്കോസ് പോളിമർ ക്ലേ മൈക്രോവേവ് അവനിൽ ബേക്ക് ആക്കിയിട്ടില്ല. പകരം OTG അവനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇംബെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബേസിക് മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, സെറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു 140°C. ദെൻ മോഡ് സ്വിച്ച് ടു ടോപ്പ് ഹീറ്റ് മോഡിലായിരിക്കണം നമ്മൾ എപ്പോഴും ക്ലേ ബേക്ക് ചെയ്യേണ്ടത്. ആൻഡ് ടൈം അഡ്ജസ്റ്റ് ടു 10 minutes. ഇതാണ് പ്രീ ഹീറ്റിംഗ് പ്രൊസീജിയർ. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകും. അതിനുശേഷം ഈ ട്രേ ഒരു ഷീറ്റ് ഓഫ് ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. എക്സസ് ആയിട്ടുള്ള ഹീറ്റ് വന്നിട്ട് ബേണിങ്ങും അതുപോലെ ഹീറ്റ് ബബിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഓവനിൽ സെയിം ടെമ്പറേച്ചർ തന്നെ സെറ്റ് ചെയ്യുക, അതായത് 140°C ടെമ്പറേച്ചർ. ദെൻ ടോപ്പ് ഹീറ്റ് മോഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ടൈം അഡ്ജസ്റ്റ് ടു 30 minutes. സോ ആഫ്റ്റർ ബേക്കിംഗ് ഇത് പൂർണ്ണമായും അവനിൽ വെച്ചിട്ട് തന്നെ കൂൾ ആയതിനു ശേഷം മാത്രം ഇയറിംഗ്സ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബേക്ക് ചെയ്ത ഇയറിംഗ്സ്. കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ ആൻഡ് ടൈം കൊടുത്ത് ബേക്ക് ചെയ്താൽ ഇതുപോലെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇയറിംഗ്സ് കിട്ടും കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹൈലി ഡ്യൂറബിൾ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ബേക്കിംഗ് പ്രൊസീജിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.